ഹലോ, ഇന്ന് മോട്ടോയിങ് കസ്റ്റംസിന്റെ ഈ വീഡിയോയിൽ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോ ചെയ്യണം എന്നുള്ളത് കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു. വളരെ ലേറ്റ് ആയി പോയി. കാരണം ഈ ഒരു പ്രോജക്റ്റ് ഒരു കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ല. അതായത് പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ ചോയ്സ്, ബഡ്ജറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചില കോംപ്രമൈസസ് ഒക്കെ വരുത്തേണ്ടി വരും. അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു ബിൽഡാണ് ഈ വർക്ക്. ശരിക്കും ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ ഇന്റർനാഷണലി റിനൗൺഡ് ആയിട്ടുള്ള ഒരു കാർ ഓഡിയോ കോമ്പറ്റീഷൻ ഇവന്റ് ആണ് എമ്മ എന്ന് പറയുന്നത്, യൂറോപ്യൻ മൊബൈൽ മീഡിയ അസോസിയേഷൻ. അതിന്റെ രണ്ടാമത്തെ മെയിൻ കോമ്പറ്റീഷൻ ആയിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ബാംഗ്ലൂരിൽ നടന്ന അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഇവന്റ്. 2025 നടന്ന ഇവന്റ്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം നടന്ന മെയിൻ ഇവന്റ് ഗോവയിലായിരുന്നു 24-ല്. അത് കാണാനും അതിലെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഏകദേശം ഒരു വർഷം ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും, ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിനുള്ള റൂൾസ് മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എന്താണ്, എങ്ങനെ ഇത് വർക്ക് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം, ട്യൂൺ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ റൂൾ ബുക്സ് നൽകിയിട്ടുണ്ട്. അപ്പം അതിനടിസ്ഥാനമായിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഈ ഒരു വർക്കിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ധാരാളം ഹാർഡ് വർക്കും ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ച ഒരു ചാൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്, നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ ചിലവരെയൊക്കെ വർക്ക് എടുക്കാൻ പറ്റാതെ പോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അന്ന് പലരും ഞങ്ങളുടെ കസ്റ്റമേഴ്സും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ചോദിച്ച ഒരു കാര്യമായിരുന്നു, എന്താ ചെയ്യുന്നത്, പോയായിരുന്നോ, പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങളുടെ മോട്ടോയിന്റെ പേജിൽ ഇതിന്റെ ഒഫീഷ്യൽ വീഡിയോയും ഇൻസ്റ്റലേഷൻ ഫോട്ടോസും ഒക്കെ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ, ഇതിനകത്ത് എന്താണ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും ബാക്ക്ഗ്രൗണ്ട് തൊട്ടുള്ള വർക്കുകൾ നമുക്ക് സമയമെടുത്താണെങ്കിലും ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. കാരണം ഇതിന്റെ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ചെയ്യുന്നത് നാളെ നമുക്ക് ഇളക്കി ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യം ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ റൂൾസിനെ ബേസ് ചെയ്ത് വേണം എല്ലാം നടക്കാനായിട്ട്. അപ്പം ഈ വണ്ടി മാരുതി സുസുക്കി എർട്ടിഗ സ്മാർട്ട് ഹൈബ്രിഡ് മോഡലാണ്. ഇതിൽ ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഒരു 12 ചാനൽ സെറ്റപ്പ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കി വയറിങ്ങും മറ്റു കാര്യങ്ങളും ഡാമ്പിങ് എല്ലാം ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിലാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ വണ്ടി സ്ട്രിപ്പ് ഡൗൺ ചെയ്തു. കംപ്ലീറ്റ് റൂഫ്, ഫ്ലോറ്, ഫെൻഡേഴ്സ്, ബോണറ്റ് എല്ലാ കാര്യങ്ങളും ഡാമ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോപ്പർ അതിന്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നത്. കംപ്ലീറ്റ്ലി OFC കേബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓറ ബ്രാൻഡിന്റെ കേബിൾസ് ആണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഫ്യൂസ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന വയറിന്റെ ഗേജസ് ആണെങ്കിലും എല്ലാം റൂൾസിന് ആസ് പെർ ആയിട്ട് നമ്മൾ ചെയ്താലേ പറ്റുള്ളൂ. ഈ പ്രോജക്റ്റില് ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ പറയുന്ന കോംപ്രമൈസസ് ഒന്നും തന്നെ വരുത്താൻ പറ്റില്ല. അതായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാർഗറ്റ്. അത് ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചു. നമുക്ക് ഈ വണ്ടിയിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ മെയിൻ പാർട്ടാണ് വയറിങ്. അതിന്റെ പവർ കേബിൾ സെക്ഷൻ ആണ് ഈ കാണുന്നത്. ബാറ്ററിയിൽ നിന്നുള്ള പവർ കേബിൾ സെക്ഷൻ ആണ്. അതിന്റെ ഫ്യൂസ് സെക്ഷൻ ആണ് ഈ കാണുന്നത്. ഇതിനൊരു കസ്റ്റമൈസ്ഡ് ഒരു ബേസ് ഉണ്ടാക്കി അവിടെ ഫ്യൂസ് വെച്ചു. അതിൽ തന്നെ ഒരു വോൾട്ടിമീറ്റർ, ഡിജിറ്റൽ വോൾട്ടിമീറ്ററും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പം അത് വളരെ ക്ലീൻ ആയിട്ടും അതിന് ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് വയറിങ് എന്നുള്ളത് ഡിനോട്ട് ചെയ്തും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സൗണ്ടുകളെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ബോണറ്റ്, ഫെൻഡേഴ്സ് ഒക്കെ നോർമലി നമ്മൾ ഡാമ്പിങ് ചെയ്യുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്തെല്ലാം ഡാമ്പ് ചെയ്തു. ഇനി നമുക്ക് അകത്ത് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ വണ്ടിയിൽ ഇപ്പൊ നമ്മൾ മെയിൻലി റിയർ സൈഡിൽ ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളതാണ് കാണുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം, ഇതൊരു ഫാമിലി കാറാണ്. ഇപ്പം ബേസിക്കലി പാസഞ്ചേഴ്സിന് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള ഫീച്ചേഴ്സ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഒന്നും തന്നെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാതെ ആണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടിയും കൂടെ ഈ വണ്ടി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ ഇതിന്റെ റിയർ ഡിക്കി ഏരിയയാണ്. ഈ വണ്ടിക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ഒരു ഡക്ട് ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഡക്ട് ഏരിയ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് അവിടെ ഒരു സബ്വൂഫർ എൻക്ലോഷർ കൊടുത്തു. അതുപോലെ തന്നെ ഒരു റിമൂവബിൾ പാനല് നമ്മൾ ഉണ്ടാക്കി. ഇത് കംപ്ലീറ്റ് വുഡ് വർക്ക് ആണ്. സോ ഇതില്
വളരെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ലഗേജ് വെക്കാനോ അങ്ങനെയുള്ള വെയിറ്റ് മറ്റു കാര്യങ്ങളൊന്നും വന്നാലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ലെതർ റാപ്പ് ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ഏരിയ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരു 12 ചാനൽ സെറ്റപ്പ് ആണ്. അപ്പം ഈ 12 ചാനൽ കൺട്രോൾ ചെയ്യുന്ന ഒരു 12 ചാനൽ DSP ആണ് ഈ ആദ്യം നിങ്ങൾ കാണുന്നത്. അതിന്റെ താഴെ തന്നെ നമ്മൾ ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഫ്യൂസും വയറിങ്ങും എല്ലാം തന്നെ അവിടെ നമുക്ക് കാണാം. ഇത് ഒരു കസ്റ്റം ബിൽഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റാക്ക് ആണ്. നമ്മുടെ സ്പേസിന് അനുയോജ്യമായുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഹാൻഡ് റാക്ക് ആണ്. അതിനാണ് ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു സബ്വൂഫർ എൻക്ലോഷർ ആണ്. ഇത് 12 ഇഞ്ച് സ്ലിം സബ് ആണ് ഇൻഫിനിറ്റിയുടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ ഈ വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സബ്വൂഫർ തന്നെയാണ് ഈ ഒരു ബിൽഡിന് വേണ്ടി വീണ്ടും യൂസ് ചെയ്തത്. അതുപോലെ തന്നെ പൈനിയറിന്റെ GM-D8704 എന്ന് പറയുന്ന 4 ചാനൽ ആംപ്ലിഫയർ, ഇതും നമ്മൾ ഈ വണ്ടി മേടിച്ച കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആംപ്ലിഫയർ ആണ്. സോ ഇത് രണ്ടും നമ്മൾ ഇതിൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്തു. ബാക്കി അപ്ഗ്രേഡ്സ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഇത് ആൽപൈന്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള PXC128 എന്ന് പറയുന്ന 12 ചാനൽ DSP ആണ്. ഇതിലൊരു ഇൻബിൽറ്റ് 8 ചാനൽ ആംപ് ഉണ്ട്. അതിന്റെ ബാക്കി പ്രീ ഔട്ട് 4 ചാനൽ പ്രീ ഔട്ട്സ് നമുക്ക് പവർ ചെയ്യാനായിട്ട് ഈ 4 ചാനൽ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ എല്ലാം ഡെസിഗ്നേറ്റഡ് വയേഴ്സും അത് ഡിനോട്ട് ചെയ്ത് അതിന്റെ ലേബൽസും അതിന്റെ റൺ ചെയ്തേക്കുന്നതും ഒക്കെ നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് കാണാവുന്ന രീതിയിലാണ് ആ ആംപ് റാക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ലഗേജ് ഏരിയയോ മറ്റൊന്നും കോംപ്രമൈസ് വരാത്ത രീതിയിലാണ് ഈ ഒരു ബിൽഡ് ഈ ബൂട്ടിൽ ഏരിയയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്താണ് അകത്ത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്റ്റീരിയോ ഹെഡ് യൂണിറ്റ് ഈ വണ്ടിയിൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് യൂണിറ്റ് തന്നെയാണ്. ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. അൺപ്ലഗിന്റെ മോക്കോ സീരീസിൽ വരുന്ന XG01 എന്ന് പറയുന്ന അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇതൊരു 5 ചാനൽ ഔട്ട്പുട്ടും സിം സപ്പോർട്ടും ഒക്കെയുള്ള ഒരു DVR ഫീച്ചറും ഒക്കെയുള്ള ഒരു മോഡലായിരുന്നു. ഇത് അങ്ങനെ തന്നെ ഞങ്ങൾ കീപ്പ് ചെയ്തു. പിന്നെ ഉള്ളത് ഫ്രണ്ട് സ്റ്റേജ് സ്പീക്കേഴ്സ് ആണ്. ഇത് കംപ്ലീറ്റ്ലി 3-way ആക്റ്റീവ് ആയിട്ടുള്ള ആൽപൈന്റെ DP2 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന സ്പീക്കേഴ്സ് ആണ്. നമുക്ക് അതിന്റെ ആക്റ്റീവ് ട്യൂട്ടേഴ്സും മിഡ് റേഞ്ച് 3 ഇഞ്ച് മിഡ് റേഞ്ചും പിന്നെ മിഡ് ബാസ് ഒരു വൂഫറും കംപ്ലീറ്റ്ലി ആക്റ്റീവ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഫ്രണ്ട് സ്റ്റേജ്. പിന്നെ റിയർ സൈഡിലോട്ട് പോകുമ്പോൾ റിയർ കംപ്ലീറ്റ്ലി നമ്മൾ ഒരു പാസീവ് സെക്ഷൻ ആണ് വരുന്നത്. അത് 2-way കമ്പോണന്റ് ആൽപൈന്റെ തന്നെ ഒരു ബഡ്ജറ്റ് സീരീസിൽ വരുന്ന SVJ എന്ന് പറയുന്ന മോഡലാണ് റിയർ ഡോറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ബാക്കിൽ തേർഡ് റോയില് പാസഞ്ചേഴ്സിന് വേണ്ടി നമ്മൾ ഈ വണ്ടിയിൽ നേരത്തെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 3 ഇഞ്ച് നക്കാമിച്ചിയുടെ ഫുൾ റേഞ്ച് സ്പീക്കറും അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതും അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിലവിൽ ഇപ്പം നമ്മൾ ഒരു റിയർ ഫിൽ എന്ന് പറയുന്ന പാറ്റേണിലാണ് ബാക്കിലെ സ്പീക്കേഴ്സ് എല്ലാം തന്നെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റേജ് ആണ് നമ്മൾ ആക്റ്റീവായിട്ട് ഇതിന്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ ടൈം അലൈൻമെന്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഫ്രണ്ട് സ്റ്റേജിലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ഓഡിയോ സെറ്റപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ആൽപൈന്റെ DSPയുടെ ഒരു റിമോട്ട് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ അകത്താണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നുകൊണ്ട് വൈൽ ഡ്രൈവിംഗ് നമുക്ക് ഓഡിയോ കൺട്രോൾ ചെയ്യാനും പ്രീസെറ്റ്സ് എടുക്കാനും സോഴ്സ് സെലക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സൗകര്യമുണ്ട്. സബ്വൂഫറിന്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ ഗെയിൻ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ പ്രീസെറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും.